പണ്ട് റെനെ ദെക്കാർത്തെ പറഞ്ഞ ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നിൽ നിന്ന് ഒരല്പം വ്യതിചലിച്ചുകൊണ്ട് ഐ തിങ്ക് ദെർഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ശീർഷകമാണ് ഈ പ്രദർശനത്തിന് ഇട്ടിരിക്കുന്നത്. അതിന് ഒരു കുസൃതി അടങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സങ്കീർണതയാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ശീർഷകത്തിൽ. ഈ റാസിയുടെ ഈ ഡിജിറ്റൽ ചിത്രങ്ങളുടെ ഈ പ്രദർശനത്തിലും നമ്മൾ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു സങ്കീർണതയും അതുപോലെ ഈ ഉണ്ടാക്കുന്ന ഈ സാങ്കേതികത ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ കാണാം. അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ടാണ് ഞാൻ ഈ പ്രദർശനം തന്നെ കാണുന്നത്. ഒരേ സമയം വളരെ വർണ്ണാഭമായിട്ടുള്ള, വളരെ മായികമായിട്ടുള്ള, വളരെ മാജിക്കൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള വിഷ്വൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പല സോഫ്റ്റ്വെയർസും ഉപയോഗിച്ച് ആണ് ചെയ്തിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അതിലുപരി, സോഫ്റ്റ്വെയറിനുപരി അദ്ദേഹം അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. പല ഇമേജസും മിക്സ് ചെയ്തും ഒക്കെ വളരെ മാജിക്കലായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനോടുകൂടി തന്നെ നമ്മുടെ നാടിൻ്റെ മാറി വരുന്ന ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ഇതിൽ നമുക്ക് കാണാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പം അത് ഒരു മെൻ്റൽ ലാൻഡ്സ്കേപ്പാണ് മെയിനായിട്ട് നമുക്ക് പറയാവുന്നത്. അത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലുള്ള ഈ ഡിജിറ്റൽ വിപ്ലവം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലുണ്ടാകുന്ന ഇമേജസിൻ്റെ ഒരു എക്സ്പ്ലോഷൻ, അതൊക്കെ ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പല പല പുതിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. പിന്നെ നമ്മളുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ വന്നിട്ടുള്ള ഗെയിംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പുതിയ തരം വിഷ്വൽസ്, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം റാസിയുടെ വർക്കുകളിൽ പൊതുവെ ഉണ്ട്.